ഹല്ലേ എന്തിനാടി നീ ഇങ്ങനെ ആസാനൊക്കെ പിടിച്ചിട്ട് എൻ്റെ ദൈവം ആ വീട്ടിൽ നിന്ന് മറ്റേ ആടിന്റെ സൗണ്ടും പിന്നെ ഹല്ലേ അതൊക്കെ ഞാൻ ഹലേക്ക് നല്ല മോഡുലേഷൻ ഉണ്ട് അവന്. നല്ല ഡിഫറെന്റ് ലാംഗ്വേജ് സംസാരിക്കുകയും ചെയ്യും. പിന്നെ ഹല്ലേനോട് പറയാൻ എനിക്കുള്ളത്, ഹല്ലേ നീ നല്ല ഗെയിമറാണ്, നീ ഒരു ചതിയനാണ്, നീ ഇങ്ങനെ ആൾക്കാരെ ബാക്കിൽ നിന്ന് കുത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്, പക്ഷെ നീ അത് പറഞ്ഞാ ചെയ്യണത്. അപ്പം അത് ഞാൻ റെസ്പെക്ട് ചെയ്യാം. നീയും കൂടി ജയിച്ചിട്ട് വാശോ നല്ലോണം ചെയ്യും നെവിൻ. ലോട്ട്സ് ഓഫ് ലവ് മാൻ. അടിപൊളി. യു ഹാവ് മെയ്ഡ് മൈ ബിഗ് ബോസ് ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, ഫണ്ണായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ. നീ പോകേണ്ടതാ, ഞാനല്ല. തേണ്ടി നീ കാണിച്ച എല്ലാ പ്രവർത്തികളും, നീ ഫുഡ് അടിച്ച് മാറ്റുന്ന കുറ്റം എനിക്ക്, നീ അവരുടെ അനുമോളിൻ്റെ ബെഡിൽ വെള്ളം ഇടുന്ന കുറ്റം എനിക്ക്, വന്ന എല്ലാം കുറ്റം. കാരണം പ്രേക്ഷകർ നെഗടിച്ച് എന്നെ പുറത്താക്കി. അങ്ങനെ അവിടെ ജയിക്കേണ്ട ആളായിരുന്നു. ഷോ ക്യാപ്റ്റനാക്കി 3 മത്സരാർത്ഥികൾ ഈ പ്രാവശ്യം ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം ക്യാപ്റ്റൻ ആയിരിക്കുന്നു. അപ്പത്തെ എനിക്ക് മനസ്സിലായി പണി വാളി. ക്യാപ്റ്റനായ ആൾക്കാർക്ക് അക്ബറും നെവിനും വീട്ടിലെ അമ്മാതിരി അഗേൻസ്റ്റ് നിൽക്കുന്ന സമയത്താ. പെണ്ണുങ്ങളൊക്കെ എടുത്ത് കണ്ടുകൂടാ അക്ബറിനെ. അതാ ഈ വീട്ടിൽ അതാ പ്രശ്നം പറ്റിയത്. എന്നെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. അതാ പ്രശ്നം പറ്റിയത്.